അക്ഷരം അറിവാണ്. അറിവ് വെളിച്ചമാണ്. ആ വെളിച്ചം സ്വായത്തമാണ്. വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ടതാണെന്നുള്ള തിരിച്ചറിവ് പകർന്നു നൽകിയ എല്ലാ അധ്യാപകർക്കും ബഹുമാനപൂർവ്വം സമർപ്പിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും അധ്യാപക ദിനാഘോഷത്തിലേക്ക് സ്വാഗതം. കോവിഡ്-19 എന്ന മഹാമാരി ലോകത്തെ പിടിച്ചു മുറുക്കിയ വിപത്ത് വിദ്യാർത്ഥികളായ ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ഞങ്ങൾക്ക് ലഭിക്കേണ്ട സ്കൂൾ വിദ്യാഭ്യാസവും വിദ്യാലയ അനുഭവങ്ങളും നിഷ്കളങ്ക സൗഹൃദങ്ങളുമാണ്. ഹതഭാഗ്യരായ ഞങ്ങളുടെ നഷ്ട സൗഭാഗ്യങ്ങൾ നേടിത്തരുവാൻ അധ്യാപകരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാതാപിതാക്കൾ ഏറെ ശ്രമിക്കുന്നുണ്ട്. അതിനെ തെളിവാണ് ഞങ്ങൾ ആഗ്രഹിച്ചെടുക്കുന്ന അധ്യാപക അനുമോദന ചടങ്ങ്. മാതൃദേവോഭവ, പിതൃദേവോഭവ, ആചാര്യദേവോഭവ. അമ്മയും അച്ഛനും കഴിഞ്ഞാൽ ദൈവത്തെ പോലെ കരുതേണ്ടത് ഗുരുവിനെയാണ്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അറിവിന്റെ കൈത്തിരി തെളിക്കുന്ന ഞങ്ങളുടെ കൈ പിടിച്ചുയർത്തുന്ന ഗുരു എന്ന ദൈവം. പ്രൈമറി സ്കൂളിലെ എല്ലാ അധ്യാപകരെയും സ്നേഹാദരവോടെ സ്മരിച്ചുകൊണ്ട് കാര്യപരിപാടിയിലേക്ക് കടക്കുന്നു. ഈശ്വര പ്രാർത്ഥന. ഏതു കാര്യവും ശുഭകരമാക്കാൻ ദൈവത്തിന്റെ അനുഗ്രഹം ആവശ്യമാണ്. പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഈശ്വര പ്രാർത്ഥനയ്ക്കായി ആരാധനയെയും ഹൃദികയെയും ക്ഷണിക്കുന്നു. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ, സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിനിണയാകണേ, സത്യമെന്നുള്ള ശീലമോടെന്നെ ശാന്തി അറിയണമേ. ഭൂമിയമ്മയെന്നറിയുവാനുള്ള ബോധമുണ്ടാക്കണേ, ജീവജാലങ്ങളാകെയും ജന്മബന്ധുവായിടണേ, ജാതിഭേദങ്ങളെന്ന ശാപമോ ദൂരെ മറയണമേ, ലോകമൊന്നെന്ന പാഠമെന്നുമെൻ മനസ്സിലെഴുതേണമേ. ക്ഷണിച്ചു വരുത്തിയ മഹത്വ്യക്തികൾക്ക് സ്വാഗതം ആശംസിക്കുന്നത് ശ്രദ്ധയാണ്. സ്വാഗത ഭാഷണത്തിനായി ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ആദരണീയരായ സ്കൂൾ മാനേജ്മെന്റ് വിജയ സിസ്റ്റർ, പ്രധാന അധ്യാപിക ഫ്രിനി സിസ്റ്റർ, നമ്മളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ PTA പ്രസിഡന്റ് രാജേഷ് സാറിന് പ്രത്യേകമായ സ്വാഗതം നേരുന്നു. അക്ഷരം അഗ്നിയാണ്, അത് കേടാതെ സൂക്ഷിക്കുക. അറിവ് ശക്തിയാണ്. ചിതറിത്തെറിക്കുന്ന അക്ഷരങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് അറിവിന്റെ വിസ്മയ ലോകത്തേക്ക് നമ്മെ കൈ പിടിച്ചു കൊണ്ടുപോകുന്ന എല്ലാ അധ്യാപകർക്കും അധ്യാപക ദിന ആശംസകൾ നേരുന്നു. കോവിഡ് മഹാമാരിയുടെ ഈ ഒരു കാലത്ത് ഒരു മടിയും കൂടാതെ പല തിരക്കുകൾക്കിടയിലും നമ്മൾക്കായി സമയം ചെലവഴിക്കുന്ന അധ്യാപകരെ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. എല്ലാ അധ്യാപകർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ടീച്ചേഴ്സ് ഡേ നേർന്നുകൊണ്ട് ഈ ഒരു നിമിഷത്തിൽ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ സാറിനെ ഓർമ്മിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്നത്തെ അനുമോദന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് സ്കൂൾ PTA പ്രസിഡന്റ് മിസ്റ്റർ രാജേഷ് സാറാണ്. അധ്യക്ഷ പ്രസംഗത്തിനായി രാജേഷ് സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യാപകരെ, രക്ഷിതാക്കളെ, എൻ്റെ പ്രിയ കുട്ടികളെ, നിങ്ങൾ ഏവരെയും ഈ അധ്യാപക ദിനാഘോഷ പരിപാടിയിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്യുന്നു.
COVID-19 പ്രത്യേക സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ഓൺലൈൻ പരിപാടി സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചത്. ഈ അധ്യാപക ദിനാഘോഷം വിജയകരമായി നടത്തുവാൻ നിങ്ങളേവരുടെയും പൂർണ്ണ പിന്തുണ പ്രതീക്ഷിക്കുന്നു. ഇന്ന് സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനം. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഈ ദിനം അധ്യാപക ദിനമായി ആചരിക്കുന്നത്. അക്ഷരങ്ങളിൽ പിച്ച വെച്ചു നടത്തിച്ച് അറിവിൻ്റെ ലോകത്തേക്ക് വെളിച്ചം തന്നു നമ്മെ നമ്മളാക്കിയ എല്ലാ അധ്യാപകർക്കും PTA പ്രസിഡന്റ് എന്ന നിലയിൽ സർവ്വവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ഉദ്ഘാടന ഭാഷണത്തിന് സ്കൂൾ മാനേജർ സിസ്റ്റർ വിജയ ജോസഫിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഹെഡ് മിസ്റ്റേഴ്സ്, സിസ്റ്റർ ഫ്രീനി, PTA പ്രസിഡന്റ് ശ്രീ രാകേഷ് സർ, സിസ്റ്റേഴ്സ്, അധ്യാപികമാരെ, പ്രിയ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, ഇന്ന് സെപ്റ്റംബർ 5 ഡോക്ടർ രാധാകൃഷ്ണൻ്റെ ജന്മദിനം നാം അധ്യാപക ദിനമായി ആഘോഷിക്കുന്നു. പതിവിൽ നിന്ന് വ്യത്യസ്തമായ ഇന്ന് നമ്മുടെ പ്രിയ അധ്യാപികമാർ നമ്മുടെ വിശിഷ്ട അതിഥികളാണ്. നമ്മൾ കുട്ടികൾ നയിക്കുന്ന അധ്യാപക സമൂഹത്തോടുള്ള പ്രണാമം എന്ന പരിപാടിയിലേക്ക് നമ്മുടെ അധ്യാപികമാരെ ഞാൻ അധ്യക്ഷ എന്ന നിലയ്ക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ മെഴുകുതിരികളെ കാണാറില്ലേ? മറ്റുള്ളവർക്ക് പ്രകാശമേകി നിശബ്ദമായി സ്വയം കത്തിയെരിയുന്നത് ഓരോ അധ്യാപകനും മെഴുകുതിരികളാണ്. സമൂഹത്തിൽ വ്യത്യസ്തമായ വേഷം കെട്ടുന്നവരാണ് അധ്യാപക സമൂഹം എന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്ക് ബോധ്യമായതാണ്. അക്ഷരം എന്ന വാക്കിൻ്റെ അർത്ഥം ഒരിക്കലും ക്ഷയിക്കാത്തത്. എന്നാൽ അതിൽ ലോകത്തിൻ്റെ എല്ലാ വെളിച്ചവും അധ്യാപകർ ഒരുക്കിയ ആ ചെറിയ മിന്നാമിനുങ്ങിൻ്റെ നെറുവെട്ടങ്ങളിലൂടെ ഉണ്ടായതാണ്. ലോകം ഇനിയും അധ്യാപക സമൂഹത്തിലൂടെ കൂടുതൽ പ്രകാശിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അധ്യാപകരോടുള്ള നിസ്സീമമായ കടപ്പാടും നന്ദിയും ആശംസകളും ശബ്ദമായും താളമായും സംഗീതമായും ആശംസാ ഗാനവുമായും ഇതാ ഞങ്ങളുടെ കൂട്ടുകാർ. അന്ധകാരത്തിൻ മറനീട്ടി നേരായ പാത തെളിച്ചവരെ, അന്ധകാരത്തിൻ മറനീട്ടി നേരായ പാത തെളിച്ചവരെ, നാളതൻ വാഗ്ദാനമായി വളർന്നിടുവാൻ നിസ്വാർത്ഥരായി നിങ്ങളേകി വിദ്യ, നിസ്വാർത്ഥരായി നിങ്ങളേകി വിദ്യ, നേരുന്നു ആശംസകൾ, നേരുന്നു ആശംസകൾ, നേരുന്നു ആശംസകൾ. ദൈവത്തിൻ തുല്യരായി നിങ്ങൾ, മാതാപിതാക്കളായി തോഴരായി, ദൈവത്തിൻ തുല്യരായി നിങ്ങൾ, മാതാപിതാക്കളായി തോഴരായി, ഈ സുബിനത്തിങ്കൾ തെളിഞ്ഞ മനസ്സുമായി, ഈ സുബിനത്തിങ്കൾ തെളിഞ്ഞ മനസ്സുമായി നേരുന്നു സർവർക്കും ആശംസകൾ, ആശംസകൾ, ആശംസകൾ. അധ്യാപക സുദിനത്തിൻ ആശംസകൾ, ആശംസകൾ, ആശംസകൾ. അധ്യാപക സുദിനത്തിൻ ആശംസകൾ. 1000 വർണ്ണങ്ങൾ പൂത്തുല്ലസിക്കട്ടെ ഗുരുവന്യരെ വമിച്ചിടുവാൻ, 1000 വർണ്ണങ്ങൾ
ഉല്ലസിക്കട്ടെ ഗുരുവന്യരെ നമിച്ചിടുവാൻ. ആശംസകൾ ആശംസകൾ അധ്യാപക സുദിനത്തിൻ ആശംസകൾ. ആശംസകൾ ആശംസകൾ അധ്യാപക സുദിനത്തിൻ ആശംസകൾ. അനുമോദന ചടങ്ങിലേക്ക് സ്നേഹബഹുമാന്യരായ എല്ലാ അധ്യാപകരെയും സാദരം സ്വാഗതം ചെയ്യുന്നു. ആശംസ ഭാഷണത്തിനായി വൈകിയെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ PTA പ്രസിഡന്റ് രാകേഷ് സാർ, സ്കൂൾ മാനേജർ സിസ്റ്റർ വിജയ, ഹെഡ് മിസ്റ്റർ സിസ്റ്റർ പ്രീനി, ബഹുമാനപ്പെട്ട അധ്യാപകരെ, എന്റെ പ്രിയ കൂട്ടുകാരെ, ഇന്ന് നാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് അധ്യാപക ദിനം ആഘോഷിക്കാൻ വേണ്ടിയാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് നാം അധ്യാപക ദിനമായി ആചരിക്കുന്നത്. പുതുതലമുറ മാർഗദർശിയും നാളത്തെ തലമുറ നല്ല രീതിയിൽ കെട്ടിപ്പടുക്കാൻ സഹായിക്കുന്നതാണ് അധ്യാപകർ. വിദ്യയാണ് ഏറ്റവും വലിയ സമ്പത്ത്. വിദ്യാഭ്യാസം എന്നും ഉയർന്ന നിക്ഷേപവുമാണ്. ഏറ്റവും നല്ല അധ്യാപകർ പഠിക്കുന്ന ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ഹൃദയങ്ങളിൽ തന്നെയാണ്. പുതുതലമുറ ഭാവി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി മാതാപിതാക്കളെ പോലെ അധ്യാപകരും കഠിന പ്രയത്നം ചെയ്യുന്നുണ്ട്. ഈ അധ്യാപക ദിനത്തിൽ നമ്മുടെ സ്കൂളിലേക്ക് പുതുതായി വന്ന ബഹുമാനായ സിസ്റ്റർ പ്രീനിയെ കുറിച്ച് 2 വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ സ്കൂളിന്റെ എല്ലാ ഉന്നമനത്തിനും വേണ്ടി പ്രയത്നിക്കുകയും കുട്ടികളുടെ ഓരോരുത്തരും കാര്യങ്ങൾ തിരക്കുകയും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ഞങ്ങൾ കുട്ടികളെ അച്ചടക്കത്തോടെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്കൂളിന്റെ സാരഥിയായ സിസ്റ്റർ പ്രീനിക്കും മറ്റെല്ലാ അധ്യാപകർക്കും ഞങ്ങളുടെ സന്തോഷത്തിന്റെ ഭാഗമായി സ്കൂളിന്റെ പേരിൽ അധ്യാപക ദിനം ആശംസിക്കുന്നതോടൊപ്പം സിസ്റ്റർ പ്രീനിക്ക് ഈ സ്നേഹോപഹാരം നൽകുന്നു. Thank you, Sister Preeni and my dear friend Maika. ആശംസാ പ്രസംഗത്തിനായി ഗൗതം ദിനേശിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനം. ഈ ദിനം ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമായാണ് നാം ആഘോഷിക്കുന്നത്. അറിവിന്റെ അത്ഭുത ലോകത്തേക്ക് നമ്മെ കൈപിടിച്ചുയർത്തുന്ന ആവില സ്കൂളിലെ അധ്യാപകരെ ഈ ദിനത്തിൽ നമുക്ക് സ്മരിക്കാം. നമ്മുടെ വിജയങ്ങളിൽ ആഹ്ലാദിച്ചും പരാജയങ്ങളിൽ ആത്മവിശ്വാസം പകർന്നും സങ്കടങ്ങളിൽ നമ്മോടൊപ്പമുള്ള ആവില സ്കൂളിലെ എല്ലാ അധ്യാപകർക്കും അധ്യാപക ദിന ആശംസകൾ നേരുന്നു. അതോടൊപ്പം ഞങ്ങളെ മലയാളം പഠിപ്പിക്കുന്ന സ്നേഹനിധിയും പ്രിയപ്പെട്ടതുമായ ലിസി സിസ്റ്റർക്ക് എന്റെ ഹൃദയം നിറഞ്ഞ അധ്യാപക ദിന ആശംസകൾ നേരുന്നു. എന്റെ സ്നേഹ സമ്മാനവും നൽകുന്നു. Thank you, Sister Lizzy, and thank you, Gautam Dinesh. ആശംസ ഭാഷണത്തിനായി നൈനികയെ ക്ഷണിക്കുന്നു. മാനസൈന്യവനും ഭാരതോട്ടാകെ അധ്യാപിക ദിനമായി കൊണ്ടാടുന്ന സുദിനമാണ് സെപ്റ്റംബർ 5. അജ്ഞാനമാകുന്ന അന്ധകാലത്തിൽ നിന്ന് വിജ്ഞാനമാകുന്ന പ്രകാശത്തിലേക്ക് നമ്മെ നയിക്കുന്നവരാണ് അധ്യാപകർ. നമ്മുടെ വിദ്യാലയത്തിൽ അർപ്പണബോധത്തോടെ സേവനം ചെയ്യുന്ന എല്ലാ ടീച്ചേഴ്സിനും അധ്യാപക ദിന ആശംസകൾ. നമ്മുടെ 1ാം ക്ലാസ്സിലെ ടീച്ചറായ റിൻസി സിസ്റ്ററിന് ഒരു സ്നേഹ ഉപഹാരം നൽകുവാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Thank you, Sister Rinsi, and thank you, Nainika. ആശംസ പറയുന്നതിനായി അധ്യക്ഷനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ട സഹപാഠികളെ, ഇന്ന് സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനം. വിഖ്യാതനായ അധ്യാപകനും മഹാനായ പണ്ഡിതനും ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയുമായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് നാം ദേശീയ അധ്യാപക ദിനമായി ആഘോഷിക്കുന്നത്. ഒരു തലമുറയ്ക്ക് അറിവിന്റെ വെളിച്ചം പകരുന്ന ഗുരുജനങ്ങളെ ബഹുമാനിക്കുന്ന പാരമ്പര്യമാണ് ഇന്ത്യയുടേത്. ഇന്ന് രാജ്യത്തോടൊപ്പം നമ്മുടെ വിദ്യാലയവും
ക്ലാസ് ടീച്ചറുമായ നിന്ന മിസ്സിനെ എന്റെ ഒരു കൊച്ചു സ്നേഹോപഹാരം ബഹുമാനപൂർവ്വം നൽകി സമർപ്പിച്ചു കൊള്ളുന്നു. Thank you, Miss Nilna, and thank you, Abdij. ആശംസാ ഭാഷണത്തിനായി പ്രാർത്ഥനയെ ക്ഷണിക്കുന്നു. എൻ്റെ പ്രിയ അധ്യാപകർക്ക് നമസ്കാരം. നമ്മുടെ പ്രിയ അധ്യാപികമാരുടെ സേവനത്തെക്കുറിച്ച് ഓർക്കാനും അവർക്ക് ആദരവ് അർപ്പിക്കാനും ഒരു ദിനം സെപ്റ്റംബർ 5 അധ്യാപക ദിനം. അധ്യാപനം എന്നത് കുലീനമായൊരു തൊഴിലാണ്. ഒരു വിദ്യാർത്ഥിയുടെ ഭാവിയും സ്വഭാവവും കഴിവും കണ്ടെത്തുകയും പരിപോഷിപ്പിക്കാനും കഴിയുന്ന തൊഴിൽ. അക്ഷരലോകത്ത് ഓരോരുത്തരെയും കൈപിടിച്ചുയർത്തുന്ന അധ്യാപകർക്കായാണ് നാം ഈ ദിനം ആചരിക്കുന്നത്. അക്ഷരലോകത്ത് പിച്ചവെച്ച് നടത്തി അറിവിന്റെ ലോകങ്ങൾ തുറന്നു തന്ന എല്ലാ അധ്യാപകർക്കും ഒരിക്കൽ കൂടി അധ്യാപക ദിനാശംസകൾ നേർന്നുകൊണ്ട് ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായ റിനോ മിസ്സിനെ സ്നേഹത്തിന്റെ അടയാളമായി ഈ പൂച്ചെണ്ട് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മിസ് റീനു ആൻഡ് താങ്ക് യു പ്രാർത്ഥന. ആശംസ പറയുന്നതിനായി ജഗനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഹെഡ്മിസ്ട്രസ്, ക്ലാസ് ടീച്ചർ, മറ്റു അധ്യാപകരെ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ കൂട്ടുകാരെ, ആശംസാ പ്രസംഗത്തിനായി എന്നെ വേദിയിലേക്ക് ക്ഷണിച്ചതിന് 1000 നന്ദി. അക്ഷരലോകത്ത് നമ്മളെ കൈപിടിച്ചുയർത്തിയ അധ്യാപകർക്കായി ഒരു ദിനം സെപ്റ്റംബർ 5. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ അധ്യാപകരായ നമ്മുടെ മാതാപിതാക്കളെയും അക്ഷരലോകത്ത് ആദ്യത്തെ അക്ഷരങ്ങൾ പകർന്നു തന്ന ഗുരുക്കന്മാരെയും കോവിഡ്-19 മഹാമാരിക്കിടയിലും നമ്മുടെ ഉന്നമനത്തിനായി നിരന്തരം യത്നിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അധ്യാപകരെയും നമുക്ക് ഈ ദിവസത്തിൽ നന്ദിയോടെ ഓർക്കാം. UKG ക്ലാസ്സായ എൻ്റെ ക്ലാസ് ടീച്ചർ ദീപ മിസ്സിനെ എൻ്റെ പേരിലും മറ്റു കുട്ടികളുടെ പേരിലും അധ്യാപക ദിനം ആശംസിക്കുന്നതിനൊപ്പം ഈ പൂച്ചെണ്ടും നൽകുന്നു. Thank you, Miss Diba, and thank you, Jagan. ആശംസാ ഭാഷണത്തിനായി തന്നെ ക്ഷണിക്കുന്നു. മാന്യ സദസ്സിന് വന്ദനം. ഇന്ന് അധ്യാപക ദിനം. അവിടെ സ്കൂളിലെ അധ്യാപകർക്ക് ആശംസകൾ അർപ്പിക്കുവാൻ നാം ഇവിടെ ചേർന്നിരിക്കുകയാണ്. അറിവിന്റെ ലോകത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർക്ക്, പ്രത്യേകിച്ച് റിനു മിസ്സിനെ എന്റെയും ക്ലാസിന്റെയും പേരിൽ ആശംസകൾ നേരുന്നു. താങ്ക് യു മിസ് നീനു ആൻഡ് താങ്ക് യു തന്മയ. ആശംസ പറയുന്നതിനായി ശ്രീലക്ഷ്മിയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് അധ്യാപക ദിനം. എൻ്റെ എല്ലാ പ്രിയ അധ്യാപകർക്കും അധ്യാപക ദിന ആശംസകൾ നേരുന്നു. എല്ലാ വർഷവും സെപ്റ്റംബർ 5 അധ്യാപക ദിനമായി ആചരിക്കുന്നു. സർവേപ്പള്ളി രാധാകൃഷ്ണൻ എന്ന S. രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് നാം അധ്യാപക ദിനമായി ആചരിക്കുന്നത്. അറിവിന്റെ ലോകത്തേക്ക് നമ്മെ കൈപിടിച്ചുയർത്തുന്ന എല്ലാ അധ്യാപകരെയും സ്മരിക്കാൻ ഒരു ദിനം. ആദരപൂർവ്വം അശ്വതി മിസ്സിന് പൂച്ചെണ്ടു നൽകി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Thank you, Ashwati Miss, and thank you, ശ്രീലക്ഷ്മി. ആശംസാ ഭാഷണത്തിനായി ശ്രീദേവിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രധാന അധ്യാപിക സിസ്റ്റർ ഫ്രീനി, സ്കൂൾ മാനേജർ സിസ്റ്റർ വിജയ, നമ്മുടെ PTA പ്രസിഡന്റ് രാകേഷ് സാർ, മറ്റു അധ്യാപകന്മാരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയും ദാർശനികനും ചിന്തകനുമായ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിന സ്മരണയിലാണ് രാജ്യമെമ്പാടും സെപ്റ്റംബർ 5 അധ്യാപക ദിനമായി ആചരിക്കുന്നത്. അക്ഷരലോകത്തേക്ക് നമ്മെ കൈപിടിച്ചുയർത്തിയ ഗുരുക്കന്മാർക്കായി ഒരു ദിനം. അറിവിന്റെ പാതയിൽ വെളിച്ചവുമായി നടന്ന് നമുക്ക് വഴികാട്ടിയ എല്ലാ അധ്യാപകരെയും നമുക്ക് ഓർത്തെടുക്കാം. मैं अपने आंवला लोअर प्राइमरी स्कूल
എന്റെ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനം. അധ്യാപകനും ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയുമായ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് നമ്മൾ അധ്യാപക ദിനമായി ആചരിച്ചു വരുന്നത്. മാതാപിതാ ഗുരു ദൈവം. അധ്യാപനം ഈശ്വര ചിന്ത പോലെ പവിത്രവുമാണ്. ഒരു സൂക്ഷ്മകണം ലോകത്തെ ആകെ മാറ്റിമറിച്ചിരിക്കുന്ന ഈ ഒരു കാലത്ത്, അതായത് COVID-19 വിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. അധ്യാപകർ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളികളുമായി 2020 കടന്നു വന്നപ്പോൾ അതിനു മുന്നിൽ തലതാട്ടാതെ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വിദ്യ പകർന്നു തന്ന ആവില സ്കൂളിലെ എല്ലാ അധ്യാപകരെയും എത്ര പുകഴ്ത്തിയാലും മതിയാവില്ല. വെല്ലുവിളികൾ നേരിടുന്ന ഈ കൊറോണ കാലത്തും എല്ലാ പരിമിതികൾക്കിടയിലും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ സജീവമാക്കാൻ ഓൺലൈൻ ക്ലാസുകൾ സംഘടിപ്പിച്ച് അവർ കഠിന പ്രയത്നം ചെയ്യുന്നു. ഈ അധ്യാപക ദിനത്തിൽ എല്ലാ അധ്യാപക സമൂഹത്തോടും ഞാൻ നന്ദി പറയുന്നു. കൂടുതൽ പ്രചോദനമായി നമ്മുടെ സ്കൂളിന് വേണ്ടി കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാ അധ്യാപകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ അധ്യാപക ദിനാശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ എല്ലാ വിദ്യാർത്ഥികളെയും അബാക്കസും 1ഉം 2ഉം ക്ലാസ്സിലെ കുട്ടികൾക്ക് മാത്സും പഠിപ്പിക്കുന്ന ജിനി മിസ്സിന് ഈ സുന്ദര സുന്ദരത്തിൽ എന്റെ ആദരവിന്റെ സ്നേഹത്തിന്റെ 1000 പൂച്ചെണ്ടുകൾ. Thank you, Ginny Miss, and thank you, Teja. ആശംസാ ഭാഷണത്തിനായി ഈശാനിയെ ക്ഷണിക്കുന്നു. അറിവിന്റെ വെളിച്ചം എന്നിലേക്ക് പകർന്നു തന്ന എന്റെ എല്ലാ പ്രിയ അധ്യാപകർക്കും ഈ സുദിനത്തിൽ അധ്യാപക ദിനാശംസകൾ നേരുകയാണ്. പ്രതികൂല സാഹചര്യത്തിലും വ്യത്യസ്തമായ പഠന രീതിയിലൂടെ വിദ്യയുടെ ഓരോ ചുവടുകളും കയറുവാൻ നമ്മളോടൊപ്പം നമ്മുടെ അധ്യാപകരുമുണ്ട്. ഒരു മെഴുകുതിരി പോലെ അറിവിന്റെ വെളിച്ചം നമ്മിലേക്ക് പകർന്നു തരുന്ന നമ്മുടെ പ്രിയ അധ്യാപികമാരോടുള്ള സ്നേഹവും ആദരവും നമുക്ക് ഈ അവസരത്തിൽ പ്രകടിപ്പിക്കാം. നമുക്കറിയാം, നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത്. ആദ്യം അക്ഷരങ്ങളുടെ വെളിച്ചം, പിന്നെ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് വാക്കുകൾ, വാക്യങ്ങൾ, പിന്നെ ചൊല്ലറിയാൻ ബാക്കി നിൽക്കുന്ന പുസ്തകങ്ങൾ, ഇവയെല്ലാം പകർന്നു തന്നത് എന്റെ പ്രിയ അധ്യാപികമാരാണ്. 3ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ സ്വപ്ന മിസ്സിന് ഉപഹാരം സമർപ്പിക്കാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Thank you, Swapna Miss, and thank you, Ishani. മറുപടി പ്രസംഗത്തിനായി ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ഫ്രീനിയെ ക്ഷണിക്കുന്നു. ആവിലയിലെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രിയ വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, നിങ്ങൾ പഠിക്കുന്ന പാഠഭാഗത്തോട് അനുബന്ധിച്ച് ചെയ്ത ആ പ്രോഗ്രാം ഞാൻ കണ്ടു. വളരെ നന്നായിരിക്കുന്നു. ഇത്രയും നന്നായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിവുണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. എല്ലാ കുട്ടികളും വളരെ ഭംഗിയായി ഇതിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. പാഠഭാഗത്തോട് അനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ ഈ വിധത്തിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ആ പാഠഭാഗം ഓർമ്മയിൽ വയ്ക്കുന്നതിന് മാത്രമല്ല, അത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ പ്രാവർത്തികമാക്കുന്നതിന് ഇത്തരം പ്രവർത്തനങ്ങൾ നിങ്ങളെ സഹായിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇതിന്റെ പിന്നിൽ നിങ്ങളുടെ എല്ലാ രക്ഷിതാക്കളും ഒത്തിരിയേറെ സഹകരിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ഭാഗങ്ങൾ എഡിറ്റ് ചെയ്യുന്നതിനും അത് വളരെ ഭംഗിയായി പ്രസന്റ് ചെയ്യുന്നതിനും ഒക്കെയായി നിങ്ങളെ സഹകരിച്ച നിങ്ങളുടെ എല്ലാ മാതാപിതാക്കളോടും ഇത്തരണത്തിൽ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ സിസ്റ്റർ ലിസിയോടും. ഈ വിധത്തിൽ നിങ്ങൾ ഓരോ പാഠങ്ങളും പഠിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ എന്നേക്കും മറക്കാനാവാത്ത ഒരു അസറ്റായിരിക്കും. അപ്പോൾ എല്ലാ പാഠത്തിൻ്റെയും ഏതെങ്കിലും ഒരു പ്രവർത്തനം ഇത്തരത്തിൽ നിങ്ങളിവിടെ ക്ലാസ് റൂമിൽ അല്ല എങ്കിലും വീടുകളിലായിരുന്നിട്ട് പോലും ഇത്തരത്തിൽ ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ, നിങ്ങളിവിടെ ആയിരുന്നെങ്കിൽ എന്തുമാത്രം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇത്തരണത്തിൽ നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് സിസ്റ്റർ ലിസിക്കും ഇതിനായി സഹായിച്ച
വിദ്യാർത്ഥികളെ ഒരുക്കിയ സിസ്റ്ററിനും നിങ്ങളുടെ മാതാപിതാക്കൾക്കും ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. നന്ദിയുടെ ഒരു കൊച്ചു പൂച്ചയുമായി പൂജിത. വേദിയിലിരിക്കുന്ന ആദരണീയ സുഹൃത്തുക്കൾ എല്ലാവർക്കും എന്റെ നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 5 അധ്യാപകനും ഞങ്ങളെ അറിവിന്റെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ അധ്യാപകരെ അനുമോദിക്കുന്ന ഈ ചടങ്ങിൽ നന്ദി പറയുക എന്ന കർത്തവ്യം എന്നെ ഏൽപ്പിച്ചതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. നല്ല അധ്യാപകർ പഠിപ്പിക്കുന്നില്ല, മറിച്ച് നമ്മെ പ്രചോദിപ്പിക്കുന്നു. അതെ, ആവില സ്കൂളിലെ ഞങ്ങളുടെ അധ്യാപകർ ഇപ്പോഴും പ്രചോദനം തന്നെ. ലക്ഷ്യങ്ങൾ നേടാനും ഒപ്പം നിന്ന് അച്ചടക്കവും വൃത്തിയും സ്നേഹവും ജീവിതഭാഗമാക്കാനും പഠിപ്പിക്കുന്നു. പ്യൂപ്പയിലിരിക്കുന്ന ഞങ്ങളെ പൂമ്പാറ്റകളായി പറക്കാൻ ആത്മവിശ്വാസവും തരുന്നു. ഈ അനുമോദന ചടങ്ങിൽ പങ്കെടുത്ത ആവില സ്കൂളിലെ എല്ലാ അധ്യാപകർക്കും ആത്മാർത്ഥമായി നന്ദി പറയുന്നു. ഓരോ കുട്ടിയുടെയും വാസനയെയും അറിവിനെയും കണ്ടെത്തി അവസരങ്ങൾ നൽകുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ ടീച്ചേഴ്സിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. അവരുടെ ജീവിതത്തിൽ എന്നും നന്മയും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശംസാ പ്രസംഗം നടത്തിയ എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഈ പരിപാടി ഇത്രയും മനോഹരമാക്കാൻ ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.